നമസ്കാരം. ഇന്ന് ഞാൻ വന്നത് മഷ്റൂം മസാലയാണ് കാണിക്കാനാണ്. അതിനു വേണ്ടി എന്തെല്ലാം ചേരുവകൾ വേണ്ടെന്ന് നോക്കാം. നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാലയാണ്. ഞാൻ അതിനു വേണ്ടി ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, തക്കാളി ഇതൊക്കെ ചെറുതായി കട്ട് ചെയ്തിട്ട് വെക്കാം. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാട്ടും വളരെ ടേസ്റ്റിയിൽ നമുക്ക് വീട്ടിൽ തന്നെ മഷ്റൂം മസാല ഉണ്ടാക്കാം. ചപ്പാത്തീൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയെങ്കിലും നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇപ്പം മഷ്റൂം കട്ട് ചെയ്യുന്നതാണ്. ഇത് കട്ട് ചെയ്ത് വെക്കാം. കഴുകി വെച്ചതാണ് ആദ്യം. ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കട്ടെ. എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇടാം. ഞാനൊരു പീസ് ബട്ടർ ഇടുന്നുണ്ട്. ഇനി അത് മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് വെളുത്ത ഉള്ളി ആദ്യം ഇടാം. ഇപ്പം എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്, കുറേയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇടുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറിയതിൽ അതിൻ്റെ ശേഷം നമുക്ക് വലിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കൂടി ഒന്നിച്ചിടാം. ഇപ്പം എല്ലാം ഇട്ടിട്ടുണ്ട്. അതൊന്ന് വാടി വരട്ടെ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം. ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് വാടി വരട്ടെ. ഇപ്പം എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്തിടാം. തക്കാളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മഷ്റൂം ഇടുന്നുണ്ട്. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കാണിക്കുന്നത്. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ അടച്ചു വെച്ചാൽ തന്നെ ഇതിലുള്ള വെള്ളം വരും. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇടണം. ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലെക്സ് കുറച്ചിട്ടിട്ടുണ്ട്. അത് എരിവനുസരിച്ച് ഓരോരുത്തർ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ എരിവ് കുറച്ച് വേണ്ടുന്നതുകൊണ്ട് കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇപ്പം എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് ഒന്ന് ഈ എരിവൊക്കെ ഇതിന് പിടിക്കട്ടെ. ഇപ്പം എല്ലാം എരിവൊക്കെ പിടിച്ച് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട്. ഗരം മസാലപ്പൊടിയല്ല, ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്, കുറച്ച് സോയാ സോസും ഒഴിക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പം എല്ലായിടത്തും സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കുറച്ച് മല്ലിയില ഇടാം. ഇപ്പം എല്ലാം ഇട്ട് റെഡി ആയിട്ടുണ്ട്. മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു.